കഴിഞ്ഞ ആഴ്ചയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷന്റെ റിസൾട്ട് പുറത്തു വന്നത്. ഇടതുപക്ഷത്തിന് എതിരായ ഫലമാണ് പലയിടങ്ങളിലും വന്നിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഇലക്ഷനകത്ത് ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടായത്. നീണ്ട 10 വർഷത്തിന് ശേഷം UDF-ന് ഒരു മികച്ച നേട്ടമുണ്ടായ ഇലക്ഷൻ കൂടിയാണ് ഇത്തവണത്തേത്. ഇതിനെക്കുറിച്ച് ഒരുപാട് വിശകലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അനാലിസിസുകൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദ് മാസ്റ്റർ ഇപ്പോൾ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഇന്നലെയാണ് അദ്ദേഹം ആ കുറിപ്പ് എഴുതിയത്. വളരെ സുപ്രധാനമായ കാര്യമാണ്, ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അദ്ദേഹം പറയുന്നത് ഇപ്പോഴേ നിങ്ങൾക്ക് 64 സീറ്റ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം. അദ്ദേഹം വിജയപ്രതീക്ഷ കൈവിടാതെയാണ് ആ കാര്യം എഴുതിയിട്ടുള്ളത്. അത് ഗോവിന്ദ് മാസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ്: തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ UDF-ന് മുൻതൂക്കം ലഭിച്ചു. അപ്രതീക്ഷിതമായ പരാജയമാണ് LDF-ന് ഉണ്ടായത്. അത് തുറന്നു സമ്മതിക്കാൻ ഒരു മടിയുമില്ല. പരാജയ കാരണങ്ങൾ എന്തെന്ന് CPI-യും LDF-ഉം വിശദമായി പരിശോധിക്കുകയും ആവശ്യമായവ തിരുത്തുകയും ചെയ്യും. UDF-ന് മുൻതൂക്കം ലഭിച്ചതോടെ CPI-ന്റെയും LDF-ന്റെയും അടിത്തറ തകർന്നു വന്ന വലതുപക്ഷ കക്ഷികളുടെയും അവരെ പിന്താങ്ങുന്ന മാധ്യമങ്ങളുടെയും വിശകലനത്തെ അംഗീകരിക്കാൻ കഴിയില്ല. വിശ്വാസി സമൂഹവും ന്യൂനപക്ഷവും LDF-നെതിരെ വോട്ട് ചെയ്തു വന്ന വലതുപക്ഷ മാധ്യമ ആഖ്യാനവും വസ്തുതകളുമായി ബന്ധമില്ലാത്തതാണ്. അതുപോലെ തന്നെ ആഞ്ഞു വീശിയത് ഭരണവിരുദ്ധ വികാരമാണെന്ന പ്രചാരണവും. 10 വർഷമായി ഭരിക്കുന്ന LDF-ന് വോട്ട് കുറഞ്ഞെങ്കിലും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ഉണ്ടായ തോൽവിയെ മറികടക്കാനും അടിത്തറ ഭദ്രമാണെന്ന് തെളിയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും UDF മുൻതൂക്കം നേടിയെങ്കിലും ജില്ലാ പഞ്ചായത്തിൽ ഒപ്പത്തിനൊപ്പമാണ്. 7 വീതം ജില്ലകളിൽ ഇരു മുന്നണികളും ജയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും കേന്ദ്രഭരണത്തിന്റെ പണത്തിന്റെ പിന്തുണ ഉണ്ടായിട്ടും അവകാശവാദങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്ത് സ്ഥിതി മെച്ചപ്പെടുത്താൻ BJP-ക്ക് ആയിട്ടില്ല. ജില്ലാ പഞ്ചായത്തിലെ വിജയമാണ് അടുത്ത നിയമസഭാ ഇലക്ഷന്റെ ഫലത്തെ പ്രധാനമായും നിർണ്ണയിക്കുക. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ആലത്തൂർ മണ്ഡലം ഒഴിച്ച് 19 നഷ്ടപ്പെട്ട LDF 7 ജില്ലാ പഞ്ചായത്തിൽ ഭരണം നേടിയത് നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കാനായതിന്റെ ലക്ഷണമാണ്. ലോക്സഭാ ഇലക്ഷന്റെ വോട്ട് കണക്കാക്കിയാൽ 110 നിയമസഭാ മണ്ഡലത്തിൽ UDF-ന് മേൽക്കേ ഉണ്ടായിരുന്നു. എന്നാൽ തദ്ദേശ ഇലക്ഷനിൽ അത് 75-80 കുറഞ്ഞു വന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ പറഞ്ഞു. 19 സീറ്റിൽ മാത്രം മുന്നിലായിരുന്ന LDF 58 സീറ്റിൽ ഇപ്പോൾ മുന്നിലെത്തിയെന്ന് UDF പത്രം മലയാള മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്തു. മാതൃഭൂമി അത് 59 ഉയർത്തി. ഞാൻ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന തളിപ്പറമ്പിൽ UDF മുന്നിലാണെന്ന് മനോരമ പറയുമ്പോൾ മാതൃഭൂമി പറയുന്നത് LDF ആണെന്നാണ്. അന്തൂർ മുനിസിപ്പാലിറ്റിയിലെ മലപ്പട്ടം പഞ്ചായത്തിലും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട വാർഡുകളിലെ വോട്ട് കൂടി കണക്കാക്കിയാൽ ഭൂരിപക്ഷത്തിന്റെ തോത് വീണ്ടും വർദ്ധിക്കും. അതായത് കണക്കുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ 64 സീറ്റ് വരെ LDF-നാണ്. ഇത് സൂചിപ്പിക്കുന്നത് LDF-ന് തുടർ ഭരണം ഉറപ്പിക്കാനുള്ള കരുത്ത് ഇപ്പോഴും ഉണ്ടെന്നാണ്. ഈ തദ്ദേശ ഇലക്ഷനുകളുടെ ചരിത്രം അവസാനിക്കുന്നില്ല എന്ന് ഇടതുപക്ഷ വിരുദ്ധരെ വിനീതമായി ഓർമ്മിപ്പിക്കട്ടെ. ഒരുപാട് തിരിച്ചടികളും തോൽവികളും കടന്നാണ് CPI-യും ഇടതുപക്ഷവും ഇന്നത്തെ അവസ്ഥയിലെത്തിയത്. ഉദാഹരണത്തിന് 2001 നിയമസഭാ ഇലക്ഷനിൽ LDF-ന് 40 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. അന്നും CPI-യും ഇടതുപക്ഷവും തകർന്നുവെന്ന ആഖ്യാനം വലതുപക്ഷം ഉയർത്തി. എന്നാൽ 2006 98 സീറ്റ് നേടി LDF അധികാരത്തിലെത്തി. 2010 തദ്ദേശ ഇലക്ഷനിൽ LDF-ന് തോൽവിയും ഉണ്ടായി. 6 ജില്ലാ പഞ്ചായത്തുകൾ മാത്രമാണ് ലഭിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 59, ഗ്രാമപഞ്ചായത്തുകളിൽ 360, മുനിസിപ്പാലിറ്റികളിൽ 17 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലഭിച്ചതിനേക്കാൾ വോട്ടും കുറവായിരുന്നിട്ടും 2011 നിയമസഭാ ഇലക്ഷനിൽ LDF-ന് ഭരണം നഷ്ടമായത് വെറും 2 സീറ്റിനായിരുന്നു. ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരാനുള്ള കരുത്ത് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. എന്ത് വില കൊടുത്തും LDF-നെ തോൽപ്പിക്കുക എന്ന നയമാണ് UDF-ഉം BJP-യും കൈക്കൊണ്ടത്. 10 വർഷമായി സംസ്ഥാനത്തും 11 വർഷമായി കേന്ദ്രത്തിലും ഭരണമില്ലാത്ത കോൺഗ്രസിന് തദ്ദേശ ഇലക്ഷനിലും തോറ്റാൽ അടിത്തറയാളും. അതിനാൽ വർഗീയ തീവ്രവാദ കക്ഷികളെ ജമാഅത്ത് ഇസ്ലാമിയുമായും SDP-യുമായ സഖ്യത്തിലാണ് 400ഓളം തദ്ദേശ സ്ഥാപനങ്ങളിൽ UDF മത്സരിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ കോൺഗ്രസും BJP-യും പരസ്പര ധാരണ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിച്ച് 41 സീറ്റിൽ UDF 3-ാം സ്ഥാനത്താണ്. BJP ജയിക്കുകയും LDF 2-ാം സ്ഥാനത്ത് എത്തുകയും ചെയ്ത 25 സീറ്റിൽ UDF-ന് ലഭിച്ചത് 1000 വോട്ടിൽ താഴെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് BJP ആണെങ്കിലും ഇപ്പോഴും ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് LDF ആണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 3-ാം സ്ഥാനത്തായി LDF ഇത്തവണ വോട്ട് നേടി 1ാമതെത്തി. അത് 1-ാം സ്ഥാനത്തായിരുന്ന BJP 2-ാം സ്ഥാനത്തായി. LDF-ന്റെ കോട്ടകൾ തകർന്നടിഞ്ഞു എന്ന് വിലയിരുത്തുന്നവർ അറിയാനായി ചില ഉദാഹരണങ്ങൾ കൂടി പറയാം. 64 മുതൽ പ്രതിപക്ഷമില്ലാതെ CPI-യും LDF-ഉം ഭരിക്കുന്ന ആന്തൂരിൽ 29-ൽ 29 സീറ്റും LDF ഇക്കുറിയും നേടി. 5 സീറ്റിൽ എതിരില്ല.
കണ്ണൂരിൽ 10 തദ്ദേശ സ്ഥാപനങ്ങളിൽ LDF-ന് പ്രതിപക്ഷമില്ല. കാസർഗോഡ് പീലിക്കോടും പാലക്കാട് കണ്ണമ്പറ പഞ്ചായത്തിലും LDF എല്ലാ സീറ്റും നേടി. LDF നേട്ടമുണ്ടാക്കി. ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള പല തദ്ദേശ സ്ഥാപനങ്ങളും LDF ഇക്കുറി വിജയിച്ചു. നേരത്തെ ഞാൻ വാർത്താ സമ്മേളനം ചൂണ്ടിക്കാട്ട കാര്യം കൂടി ഒന്ന് ഓർമ്മിക്കട്ടെ. മലപ്പുറം ജില്ലയിൽ 10 ലക്ഷത്തിലേറെ വോട്ടുകൾ LDF നേടി എന്നത് കള്ളപ്രചാരണം നടത്തുന്നവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. RSSന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വർഗീയ നയങ്ങളെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. അതിനിയും തുടരും. RSSനെ എതിർക്കുന്നതിന്റെ അർത്ഥം ഹിന്ദുക്കളെ എതിർക്കുന്നുവെന്നല്ല, ഹിന്ദുത്വ വർഗീയതയാണ് എതിർക്കുന്നത്. അതുപോലെ ജമാഅത്ത് ഇസ്ലാമിനെ എതിർക്കുന്നതിന്റെ അർത്ഥം മുസ്ലിങ്ങളെ എതിർക്കുന്നുവെന്നല്ല, മുസ്ലിങ്ങളുടെ വർഗീയവാദികളോടാണ് എതിർപ്പ് മാത്രം. അതിനാൽ വർഗീയത എതിർക്കുന്നത് മതത്തെ എതിർക്കുകയാണെന്ന് വ്യാഖ്യാനം ചമയ്ക്കുന്നത് ഇതേ വർഗീയവാദികൾ തന്നെയാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിയ വിധം BJP വളർന്നു വന്ന മാധ്യമ ആഖ്യാനവും വസ്തുതയല്ല. കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ 19 ഗ്രാമപഞ്ചായത്ത് എന്നത് BJP ഇക്കുറി 26 ഉയർത്തി എന്നത് ശരിയാണ്. എന്നാൽ കഴിഞ്ഞ തവണ ഭരിച്ച 12 മുനിസിപ്പാലിറ്റി ഇക്കുറി അവർക്ക് നഷ്ടമായി. LDF ആണ് ഭരണം പിടിച്ചത്. കഴിഞ്ഞ തവണ ഭരിച്ച പാലക്കാടും പുതിയ തൃപ്പൂണിത്തുറയിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും കേവല ഭൂരിപക്ഷം നേടാനായിട്ടില്ല. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം ഉയർത്തി വൻ പ്രചാരണം നടത്തിയ BJPക്ക് ശബരിമലയിലും പരിസരത്തുമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ കനത്ത തിരിച്ചടി ലഭിച്ചു. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന റാന്നിയിലെ പെരുന്നാട് പഞ്ചായത്തിലെ വാർഡിൽ വിജയിച്ചത് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. ഇവിടെയും BJP 3-ാം സ്ഥാനത്താണ്. പെരുന്നാട് പഞ്ചായത്ത് ഭരണം തുടർച്ചയായ 2ാം തവണയും LDF-ന് ലഭിച്ചു. സന്നിധാനം ഉൾപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനായ ചിറ്റാറിലും LDF ആണ് വിജയിച്ചത്. സമീപ പഞ്ചായത്തുകളെ കുളനട, ചെറുകോൽ, മൂത്തോലി പഞ്ചായത്ത് ഭരണവും NDAക്ക് നഷ്ടമായി. വിശ്വാസി സമൂഹം LDF-നെതിരാണെന്ന പ്രചാരണത്തിന് മുന ഒടിക്കുന്നതാണിത്. ഗുരുവായൂർ ക്ഷേത്രമുള്ള മുനിസിപ്പാലിറ്റിയിലും പറശ്ശിനി മടപ്പുര സ്ഥിതി ചെയ്യുന്ന വാർഡിലും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രമുള്ള വാർഡിലും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലും LDF ആണ് വിജയിച്ചത്. BJP പ്രതിരോധിക്കും. BJP ആദ്യമായ ലോക്സഭാ സീറ്റ് നേടി തൃശൂരിലും വലിയ മുന്നേറ്റം നടത്തിയ ആലപ്പുഴയിലും അവർക്ക് നിലനിർത്താനായിട്ടില്ല. സുരേഷ് ഗോപി വൻ പ്രചാരണം നടത്തിയിട്ടും തൃശൂർ കോർപ്പറേഷനിൽ 2 സീറ്റ് വർദ്ധിപ്പിച്ച് 8 സീറ്റ് നേടാനേ BJPക്കാവുള്ളൂ. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി പിടിക്കുമെന്ന് വീമ്പടിച്ച സുരേഷ് ഗോപിക്ക് അതും വിഴുങ്ങേണ്ടി വന്നു. 3 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഉണ്ടായിരുന്ന BJPക്ക് ഇക്കുറി ലഭിച്ചത് കാസർകോട്ടെ ബദിയെടുക്ക മാത്രമാണ്. 10,000 വാർഡുകളിൽ 25% വോട്ട് എന്ന ലക്ഷ്യമായി പ്രചാരണം ആരംഭിച്ച BJPക്ക് 1500ഓളം വാർഡുകളിൽ മാത്രമാണ് ജയിക്കാനായത്. BJP ഇപ്പോഴും കേരളത്തിന് എളുപ്പം സ്വീകരിക്കാനാവുന്ന പാർട്ടിയായി മാറിയിട്ടില്ലെന്ന് ഇലക്ഷൻ ഫലം വ്യക്തമാക്കുന്നു. മതവർഗീയ രാഷ്ട്രീയത്തിനെതിരെ CPM-ഉം LDF-ഉം നടന്ന ചെറുത്തുനിൽപ്പാണ് കേരളത്തിൽ BJP പ്രതിരോധിക്കുന്നത് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. സിമ്പിൾ ആയിട്ട് അദ്ദേഹം കാര്യം വ്യക്തമായിട്ടുണ്ട്. ഇപ്പോഴും 64 സീറ്റോട് ഞങ്ങൾക്ക് അടുത്ത ഇലക്ഷനിലേക്ക് 6 മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന സംസ്ഥാന നിയമസഭയിലേക്ക് ഇലക്ഷനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം വീണ്ടും ആ അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. 3ാം ഭരണത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞങ്ങൾക്ക് 64 സീറ്റ് ഉണ്ട് എന്ന അവകാശവാദമാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്.